പത്തനംതിട്ട മഞ്ഞിനിക്കര ദേറായിലെ തീർത്ഥാടനത്തിന് കാൽനടയായി എത്തിയവർക്ക് വിശ്വാസികൾക്ക് ആശ്വാസം പകി ഇലന്തൂർ സ്നേഹക്കൂട്ടായ്മ. പണിമുടക്കിനെ തുടർന്ന് കടകൾ അടച്ചപ്പോൾ ഏറെ ദൂരം നടന്നെത്തിയ വിശ്വാസികൾക്ക് മധുരപലഹാരങ്ങളും പാനീയങ്ങളും വിതരണം നടത്തിയാണ് കൂട്ടായ്മ മാതൃകയായത്. കിലോമീറ്ററുകൾ താണ്ടി പരിശുദ്ധ പിതാവിന്റെ മഞ്ഞിനിക്കരയിലേക്ക് ദേറായിലേക്കുള്ള യാത്രയിൽ അനേകായിരങ്ങളാണ് ഈ എലന്തൂരിൽ നിന്നും ഈ മഞ്ഞിനിക്കരയിലേക്കുള്ള ഈ പാതയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ഇലന്തൂര് കേന്ദ്രീകരിച്ച് 28 വർഷമായിട്ടുള്ള ഈ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആഹാര പദാർത്ഥങ്ങളും ഭക്ഷണപാനീയങ്ങളും വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം സ്റ്റെല്ല തോമസ്. എങ്ങനെയാണ് ഈ കാരുണ്യ പ്രവൃത്തി കാണുന്നത്? സന്തോഷത്തോടു കൂടിയാണ് സ്നേഹക്കൂട്ടായ്മ ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പദയാത്രികർക്കായിട്ട് വെള്ളവും അതുപോലെ തന്നെ ചെറിയ സ്നാക്സും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കി കാണുന്നത്. നമുക്കറിയാം, വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞിനിക്കര പദയാത്രികര് പമ്പാ നദി കുറുകെ കടന്നാണ് കാൽനടയായി മഞ്ഞിനിക്കരയിലേക്ക് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 28 വർഷമായി ഇത്തരത്തിൽ ഇലന്തൂരിന്റെ ഈ ആശുപത്രി ജംഗ്ഷനിൽ ഈ സ്നേഹക്കൂട്ടായ്മ ഇത്തരത്തിൽ പദയാത്രികരെ ബഹുമാനിക്കുന്നതാണ് നല്ല ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിനൊക്കെ അപ്പുറമായിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒന്നു ചേർന്ന് ഈ സംരംഭത്തിൽ എന്നുള്ളത് സന്തോഷത്തോടെയാണ്. നമ്മളോടൊപ്പം തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല. എല്ലാ കടയിലും ആവശ്യത്തിന് ഭക്ഷണം ഹർത്താലാണെങ്കിലും വരുമറ്റേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിലാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇതോടൊപ്പം തന്നെ മറ്റുള്ള 28 വർഷമായി ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്മാർ ഇവിടെ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. അത് ഏഴാം തലമുറയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് ഇതിന് മുഖ്യമായ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ രണ്ട് സുഹൃത്തുക്കളായ ലൈജുവും അശോകനുമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ കോർഡിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഈ നാട്ടിലെ ഞങ്ങൾക്ക് ജാതിമത വ്യത്യാസമില്ലാതെ പ്രായഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടുന്നതിനും ഇനി വരുന്ന പദയാത്രയെ സ്വീകരിക്കുന്നതിനും അവർക്ക് പ്രത്യേകിച്ച് ഹർത്താൽ ദിനമായിരുന്നു. അവർക്ക് ആവശ്യമായ പാനീയങ്ങൾ നൽകുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 28 വർഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ തടസ്സം വന്നിട്ടില്ല. അത് മഞ്ഞിനിക്കര തിരുമേനിയുടെ അനുഗ്രഹമാണ്. ഇന്ന് നാളെ നടത്തുന്ന സംഭവമാണിത്. ഞങ്ങൾക്ക് ഒരു വിളി തോന്നി ഇന്ന് തന്നെ നടത്തണം. കാര്യം പലരും ഹർത്താലായിട്ട് വെള്ളം രാഗിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അവസരമാണ് ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ പണിമുടക്കിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ധാരാളം തീർത്ഥാടകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഈ 28 വർഷമായിട്ട് ഒരു മുടക്കം കൂടാതെ നടത്തിപ്പോരുന്ന ഒരു കാര്യമാണ്. ഈ വർഷം ഞങ്ങൾ നാളെ വെളുപ്പിനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് തീർത്ഥാടകർ നടന്നു വരുമ്പോഴേ നമുക്ക് അത് കണ്ടിട്ട് കാണാത്ത രീതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അത് നാളത്തെ മാറ്റിയിട്ട് ഇന്ന് തന്നെ അത് ചെയ്യാനെ കൊണ്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന വിശ്വാസമാണ്. അങ്ങനെ മഞ്ഞിനിക്കര പാതയിൽ കഴിഞ്ഞ 28 വർഷമായിട്ടാണ് ഈ സ്നേഹക്കൂട്ടായ്മ ഈ ആഹാര പദാർത്ഥങ്ങളും ഈ ശീതളപാനീയങ്ങളും വിതരണം ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ്, പത്തനംതിട്ട.